സരിനെ എത്രത്തോളം എൻജോയ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ട് ഈ ഒരു കൊമറേഡ്ഷിപ്പ് ആണല്ലോ ഇപ്പോ, അത് എത്രത്തോളം ആണ്? എന്റെ മുഖത്ത് തെളിച്ചം കാണുമ്പോൾ മനസ്സിലാവുന്നില്ല. ഇത് മേക്കപ്പ് ഒന്നും അല്ലല്ലോ, ഇത് തെളിച്ചമാണ്, ഉള്ളിൽ നിന്ന് വരുന്ന തെളിച്ചമാണ്. അത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. സാറ്റിസ്ഫൈഡ് ആണ്. കാരണം എനിക്കൊരു ചെറിയ ഭയം ഉണ്ടായിരുന്നു. ഒരു സീറ്റിനെ മുൻനിർത്തി പാർട്ടി മാറിയ ഒരാളെ കമ്മ്യൂണിസ്റ്റ് പക്ഷത്തിൽ നിലയുറപ്പിക്കുന്ന മനുഷ്യരെങ്ങനെ കാണുന്നു. പക്ഷെ അവർക്ക് എൻ്റെ കണ്ണിലെ തെളിച്ചത്തിൽ നിന്ന് പലതും റീഡ് ചെയ്യാൻ പറ്റി. അത് ആ ക്യാമ്പയിൻ്റെ സമയത്ത് തന്നെ റീഡ് ചെയ്ത് എപ്പെട്ടു കേരളം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സംശയിച്ചിരുന്ന മനുഷ്യർ പോലും ക്യാമ്പയിൻ കഴിയുമ്പോൾ പൂർണ്ണമായി ഉൾക്കൊണ്ടു സരിൻ വന്നത് വെറും ഒരു സീറ്റിൻ്റെ വാദത്തിന് വേണ്ടിയല്ല എന്ന്. പിന്നീട് നടന്ന സംഭവവികാസങ്ങൾ കൊണ്ട് പൂർണ്ണമായും അവർക്ക് എന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നു എന്നുള്ളത് മാത്രമല്ല, ഞാൻ അവരെക്കാളും വലിയ കമ്മ്യൂണിസ്റ്റ് ആയി എന്നുള്ളതാണ് എനിക്ക് എന്നെ പറ്റിയിട്ടുള്ള വിലയിരുത്തൽ. കാരണം അതൊരു വേ ഓഫ് ലൈഫാണ്. അതങ്ങ് ആസ്വദിക്കാൻ തുടങ്ങിയാൽ there is no കമ്മിങ് ബാക്ക് ഫ്രം ഇറ്റ്. അതങ്ങ് അടിയുറച്ചായി പോകും. എന്ത് മാറ്റം വന്നു ജീവിതത്തിൽ ഒരു കാലയളവിൽ? ഡിസിപ്ലിൻഡ് ആയി, എവിടെയും വിളിച്ചു പറയുന്നത് അല്ല, പൊളിറ്റിക്സ് എന്ന് മനസ്സിലാക്കി, പറയേണ്ടവരാണ് പറയേണ്ടത് എന്ന് മനസ്സിലായി, പറയേണ്ട സമയത്ത് പറയേണ്ടുന്ന വാക്കുകൾ ഉപയോഗിച്ച് പറഞ്ഞാൽ മതി എന്ന് ബോധ്യം വന്നു. ഒരുപക്ഷെ കൂടുതൽ കൃത്യമായി ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിലേക്കൊക്കെ കേരളത്തിലിരുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിമർശിച്ചിരുന്ന ആളാണ്. പക്ഷേ അത് ആവർത്തിച്ച് ബോധ്യം വരുന്ന സംഭവവികാസങ്ങൾ ഈ 1.5 വർഷത്തിനിടയിലുണ്ടായി. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഈ ഇറാൻ കോൺഫ്ലിക്റ്റ് വരെ, ഇറാനെ അമേരിക്കയും ഇസ്രായേലും ഏകപക്ഷീയമായി ആക്രമിച്ചില്ലാതെയാക്കാൻ ശ്രമിക്കുന്നതിൽ വരെ ലോകത്തെ എല്ലാ കമ്മ്യൂണിസ്റ്റുകാർക്കും ഒറ്റ അഭിപ്രായം. ഇത് എറണാകുളത്തെ കോൺഗ്രസിൻ്റെ അഭിപ്രായമായിരിക്കില്ല മലപ്പുറത്തെ കോൺഗ്രസിന്. അപ്പോഴാണ് ലോകത്ത് 200ഓളം വരുന്ന രാജ്യങ്ങളിൽ പാർട്ടി മെമ്പർഷിപ്പുള്ള സകല മനുഷ്യർക്കും ഒരൊറ്റ അഭിപ്രായമുള്ളത്. അതാണ് പാർട്ടി.